ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതാണ്. ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സലോൺ ഗെയിമിൽ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഫ്രീ ഫയർ. അപ്പൊ ഇന്നത്തെ എന്താന്ന് വെച്ചാ നമ്മൾ ഫ്രീ ഫയർ BR റാങ്ക് പുഷിംഗ് ആണ്. ഹീറോയ്ക്ക് അടിക്കണം ഗൈസ്. നമ്മള് ഡയമണ്ട് 1 ആണ്. അപ്പം എങ്ങനെങ്കിലും ഒന്ന് ഹീറോയ്ക്ക് അടിക്കണം. അപ്പൊ അതിനുള്ള പുറപ്പാടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഫേസ് ക്യാം ആയിരിക്കുമെന്ന്. ഫേസ് ക്യാം അല്ല ഗൈസ്, ഞാൻ ഇൻട്രോ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേ ആയിരിക്കും നമ്മൾ എപ്പോഴും വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക സാറ്റർഡേ സൺഡേ ആയിട്ട്. നിങ്ങൾ എന്നെ മിസ് ചെയ്തെന്ന് അറിഞ്ഞൂടാ, ആരും എന്നെ മിസ് ചെയ്ത കാണത്തില്ലായിരിക്കും. എന്താന്ന് വെച്ചാൽ എന്നെ ആർക്കും അത്രയ്ക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്റെ കൂട്ടുകാർ മാത്രം പറഞ്ഞു വീഡിയോസ് ഒക്കെ ഇടാൻ. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് ഡയമണ്ട് 2 അടിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് ഓക്കെ ഫസ്റ്റ് തന്നെ പോയി ചത്തിട്ടുണ്ട് നമ്മൾ. പിന്നെയും നമ്മുടെ സെൽഫ് റിവൈവ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ പോയി ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെൽഫ് റിവൈവ് ആയി. സെൽഫ് റിവൈവ് അല്ലല്ലോ, ഓട്ടോ റിവൈവ് എല്ലാം മറന്നുപോയി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒത്തിരിയും ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒരുത്തനെ കണ്ടു, അവനെ ഒരു ഫുൾ റെഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അല്ല, കുറച്ച് ബോഡി ഉണ്ടെങ്കിലും ഏകദേശം ഒരു ഫുൾ റെഡ് അടിച്ച് ഞാൻ അവനെ നമ്മൾ ഫസ്റ്റ് കിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം ഒരു 3-4 കളിയാണ് ഗൈസ്. ഒരു 3 കളി മാക്സിമം നമ്മൾ കളിക്കും. അപ്പോൾ നമ്മളിനി അടുത്തൊരു BR റാങ്ക് പുഷിങ് ഞാൻ ഡയമണ്ട് 5 ഹീറോയ്ക്ക് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ ഒരു റാങ്ക് പുഷിങ് വീഡിയോ ഇടാന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ മണ്ട കയറിയപ്പോൾ കൊണ്ട് ഒരുത്തൻ അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ അവനെയും കൂടെ കൊന്ന് അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി അവങ്ങോട്ട് പോയി ഗൈസ്. അപ്പം അവൻ്റെ ലൂട്ടിനകത്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാന്ന് വെച്ചിട്ട് അവിടെ രണ്ടുപേര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കയറി ഞാൻ കുമ്മിയതാണ് ഗൈസ്. ഓക്കെ, അവനാണെങ്കിൽ അടിച്ചിട്ട് അവൻ മറ്റവൻ്റെ ലൂട്ട് എടുക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ അടിച്ച്. ഓക്കെ, ഒരുത്തൻ കയറി വരുന്ന നമുക്ക് UMP വെച്ച ഗൈസ്. നമ്മൾ പവറാണെങ്കിൽ നമ്മൾ കയറുന്ന അടിക്കുന്ന പോരുന്നു. ഓക്കെ, ഞാൻ ഗ്ലൂട്ടും എൻ്റെ കുറച്ച് ഡാം കയറി നമ്മൾ ഹെഡ് ഷോട്ട് കയറി നമ്മൾ കയറി ചത്തു. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ അതിസാഹസികമായിട്ട് നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മാച്ച് എനിക്കൊന്ന് 2 കില്ലാണ് എടുത്തത്. 2 കില്ല്. ഓക്കെ, 2 കില്ല്. ഓക്കെ, 2 കില്ല് എടുത്തു ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഞാൻ എത്ര കില്ല് ഈ 3 മാച്ചിലൂടെ ഞാൻ എടുക്കുമെന്ന്. ഓക്കെ, ഞാൻ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് UMP കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ എനിക്കൊരു ഫാമസ് അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, ഫാമസ് കിട്ടി. ഞാൻ ഫാമസ് എടുത്തോളം നമ്മൾ SKS എടുത്തു ഗൈസ്. ഞാൻ അവിടെ നിന്ന് അധികം ലൂട്ട് കിട്ടാതെ ഞാൻ ക്യാപ്റ്റൗണിലോട്ട് വന്നു. ഇവിടുന്ന് ലൂട്ട് എടുത്തിട്ട് പോവാന്ന്. ഇനിയുള്ള 2 കളി നമ്മൾ ഇവിടെ നിന്നായിരിക്കും ആദ്യം ലൂട്ട് എടുക്കുന്നത്. നോക്കുമ്പോൾ ഗൈസ് ഒരുത്തൻ കയറി വരുന്നത്. ഞാൻ ആദ്യം UMP വെച്ച് നല്ല ഡാം കൊടുത്ത് പുതിയ അപ്ഡേഷനൊക്കെ വന്നെന്ന് തോന്നുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഈ UMPയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അവൻ കയറി വന്നൊക്കെ ഞാൻ MP40 UMP അല്ലല്ലോ, പക്ഷേ എല്ലാം തെറ്റി. അതിൻ്റെ ആ ഗണ്ണ് വെച്ച് ഞാൻ ഷോർട്ട് റേഞ്ചർ P90 വെച്ച് ഞാൻ അടിച്ചു. വാങ്ങുമ്പോൾ ഒരുത്തന്നെ കില്ല് പോയി കിടക്കുന്ന ഗൈസ്. അപ്പോൾ അവനെ അടിച്ച് പരാഫിൽ വെച്ച് നമ്മളിപ്പോൾ 2 കില്ല് എടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കുമ്പോൾ ഒരുത്തൻ മണ്ടേന്ന് അടിക്കുന്നു. ഞാനും അവനെ പരാഫിൽ വെച്ച് നല്ല ഒന്ന് കുത്തിപ്പിടിച്ച് ഗൈസ്. അവൻ കുത്തിപ്പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തനെ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ പുറകെ ഒരു ഹിറ്റ്ലെസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരുത്തൻ്റെ കൂടെ കില്ല് പോയിരിക്കുന്നു. അപ്പോൾ അവനെ കൂടെ ഞാൻ അടിച്ചിട്ട് ഗൈസ്. നമ്മുടെ പുറകിൽ ഒരു ഹിറ്റ്ലെസ് ഉണ്ടായിരുന്നു. അവൻ നമ്മളെ പുറകിൽ നിന്ന് അടിച്ച് ഗൈസ്. ഓക്കെ, ഞാൻ അവനെ മൈൻഡ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലുള്ളവനെ ആദ്യം അടിക്കാൻ നോക്കി. ഞാൻ ബാക്കിൽ ഗ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആദ്യം അവനെ ഐറസ് ഇട്ട് പിന്നെ അവനെ ഐറസ് ഇട്ടുകൊണ്ട് അവൻ കയറി വരുന്നത് നോക്കി. ഞാൻ P90 എടുത്ത് തന്നെ അടിക്കാൻ നോക്കി. ഞാൻ ആദ്യം നമ്മുടെ പാരാഫിൽ റീലോഡ് ചെയ്ത് അവൻ്റെ 144 ഹെഡ് കൊടുത്തു ഗൈസ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ഡാം അവനെ ബോഡി അടിച്ച് ഞാൻ അവനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ നെറ്റ് ഫുള്ളി പോയി. ഇവിടെ മൊത്തം എനിമീസാണ്. ഓക്കെ, എൻ്റെ നെറ്റ് ഫുള്ളി പോയി. ഞാൻ വിചാരിച്ച് ഈ കളി ബൂയി അടിക്കാൻ പറ്റുമല്ലോ പോയെന്ന്. ഓക്കെ, ഞാൻ ഞാൻ വിചാരിച്ചെന്ന് പോയെന്ന്. പക്ഷേ ഗൈസ് നിങ്ങളിത് കാണണം, നമ്മൾ ലാസ്റ്റ് സോണാണിത്. ഓക്കെ, 7 പേരെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ സെൽഫ് റിവൈവ് ആയി, ഓട്ടോ റിവൈവ് ആയി ഗൈസ്.
ഇതെങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്. ഇതെങ്ങനെയൊക്കെ ആയതാണ്, ഇത് ഞാൻ ഒന്നും കൂടെ കളിച്ചല്ല. ഓക്കെ, നിങ്ങൾ കണ്ടാണല്ലോ, ഞാൻ ഓട്ടോ റിവൈവ് ആയി. അങ്ങനെ ഞാൻ ഒത്തിരി നേരം ക്യാമ്പ് എടുത്തൊക്കെ നിന്ന് ഞാൻ ലാസ്റ്റ് ഒരു 1v1 ആയിട്ടുണ്ട്. ഓക്കെ, ഇവർ ഞാൻ ഫാമസ് വെച്ച് നല്ല ഡാം എടുത്തു. എനിക്ക് ഫാമസ് കളിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ ഡാം എടുത്തു. എനിക്ക് ഇഷ്ടമില്ലാത്ത ഗണ്ണാണ് ഫാമസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നോക്കുമ്പം ഇവനെ കൂടെ അടിച്ച് നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയി എടുക്കാം. ഓക്കെ, അവൻ പൊട്ടൻ കയറി വരുന്നു. ഞാൻ അവനെ ബൈസം വെച്ച് കുത്തി അങ്ങ് പിടിച്ച് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പോയി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കളിയാണ്. എനിക്ക് യെസ് ഗൈസ്, നമ്മുടെ ലാസ്റ്റ് കളിയാണ്. ഓക്കെ, നമുക്ക് ഈ അടുത്തൊരു കളിയോടെ കളിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഡയമണ്ട് 2 ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡയമണ്ട് 2 ആവാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഞാൻ ക്യാപ്റ്റോണിലാണ് ഇറങ്ങിയത്. ക്യാപ്റ്റോണിൽ നിന്ന് നമുക്ക് സ്കാർ കിട്ടി. പിന്നെ നമ്മൾ കുറച്ചുകൂടി ലൂട്ടിയപ്പോൾ ഇവിടുന്ന് സ്കാറാണ് കേസ് കിട്ടിയത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ശേഷം അവിടെ കുറച്ച് ലൂട്ടിയിട്ട് ഇറങ്ങി. അവിടെ എനിമി ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ബൈസനും പിന്നെ ഈ ഒരു ലോങ് റേഞ്ചർ ഗണ്ണും എടുത്ത്. ഇവിടെയും അധികം എനിമി കണ്ടില്ല, ഞാൻ എനിമിനെ കണ്ടില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് പോയി ഗൈസ്. ഞാൻ ഈ 3 കളി ഞാൻ ചുമ്മാ ഓടി നടന്നാണ് ചേച്ചി. ഒരു കളി ഞാൻ പൊട്ടത്തെ കാണിച്ചാണ് പോയത്. ഈ കളി പക്ഷേ കഴിഞ്ഞ കളി എനിക്ക് നല്ല ലക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കളി ഞാൻ ബുയ അടിക്കുമെന്ന് സംശയമുണ്ട്. എനിക്ക് കഴിഞ്ഞ കളി അടിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഒരു സംശയമുണ്ട് ഗൈസ്. നോക്കുമ്പോൾ ഗൈസ് ഒരുത്ത ഇറങ്ങി വരുന്നത് ഞാൻ അവനെ അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ഗണ്ണൊന്നും ഇല്ലായിരുന്നു. അവനെ ഞാൻ കുത്തിപ്പിടിച്ച് പാരാഫിൽ വെച്ച് ഞാൻ കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ പാരാഫിൽ കളി എങ്ങനെ ഉണ്ടെന്ന് പാരാഫിൽ വെച്ചുള്ള കളി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഗൈസ് അവൻ പുറകെ നടിക്കുന്ന, അവൻ ലോങ്ങിൽ നിന്ന് പുറകെ നടിക്കുന്ന വേറെ എടുത്താൻ. ഞാൻ അവനെ കണ്ട് അവനെ ഞാൻ ചാടി ഒരു സ്കോപ്പ് എടുത്തിട്ട് ഞാൻ അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഗൈസ്. ഓക്കെ, 4-5 ഷോട്ടേ ഞാൻ കൊടുത്തോളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്ത M60 വെച്ചാൽ അടിച്ച് ഗൈസ്. ഞാൻ ഇതിനകത്ത് സൗണ്ട് കേൾക്കത്തില്ല എനിക്ക്, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് അവൻ M60 വെച്ചായിരുന്നു തന്നെ അടിച്ചത് ഗൈസ്. ഓക്കെ, നമ്മൾ ഫൈനൽ ഫൈറ്റ് ആയിട്ടുണ്ട്. അവസാനത്തെ 10 പേരായിട്ടുണ്ട്, ഞാനും കൂട്ടി. ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് ആയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇനി സോൺ വരാൻ പോവുക. അതുകൊണ്ട് ഞാൻ ഓടാന്ന് വെച്ച് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ ഓടി അവിടെ നിന്ന് മാറി ഗൈസ്. ഞാൻ ബാക്കി നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി. ഞാൻ സോണിൻ്റെ അകത്ത് കയറി. ഓക്കെ, അവനെ കുമ്മൻ എടുത്തതാണ് ഗൈസ്. ഓക്കെ, രാമ രണ്ടൊരു ഫൈറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഞാൻ അവനെ അടിച്ചാണ് ഗൈസ്. നമുക്ക് നമ്മൾ ഇവിടെ നിൽക്കുവാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സേഫ്. ഇവിടുന്ന് ബാക്കിൽ നിന്ന് എന്തായാലും എനിമി വരത്തില്ല, ബാക്കി സോണാണ്. പിന്നെ എനിക്ക് എനിമി വല്ല അടിക്കുവാണെങ്കിൽ എനിക്ക് ബാക്കിലോട്ട് വലിയും ചെയ്യാം, ബാക്കിലോട്ട് പോവാ. ഓക്കെ ഗൈസ്, ഞാൻ ഒരുത്തനെ കണ്ട് അവനെ കൊന്നു. ഇനി നമ്മൾ അടുത്ത 1v1 ഗൈസ്, അടുത്ത 1v1 ഇതും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കളി ബുയ അടിക്കും. ഓക്കെ, ഇതും കൂടെ എടുക്കുവാണെങ്കിൽ ഞാൻ ഡയമണ്ട് 2 ആണ് നോക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ പാരാഫിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബുയയും കൂടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. നമുക്ക് ഡയമണ്ട് 2 അടിക്കാൻ പറ്റില്ല. ബൈ.